ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ദുൽഖറിന്റെ ജന്മദിനമാണ്. ദുൽഖറിന്റെ ജന്മദിനാശംസകൾ നേരുകയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ തെലുഗു സിനിമയുടെ പ്രഖ്യാപനം ഇന്ന് വന്നിരിക്കുകയാണ്. തെലുഗു സിനിമയ്ക്ക് ആകാശംലോ ഒക്കത്തര എന്ന പേരിട്ടിരിക്കുകയാണ്. പവൻ സഡനേനി സംവിധാനം ചെയ്യുന്ന ദുൽഖർ നായകനെ എത്തുന്ന ചിത്രം ഗീത ആർട്സ് ആണ് നിർമ്മിക്കുന്നത്. ഈ കാണുന്നതാണ് സിനിമയുടെ ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. ഈ ദുൽഖർ സിനിമയും പാനന്തൻ സിനിമ തന്നെയാണ്. തെലുഗു, തമിഴ്, മലയാളം, ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ഈ 2024 വർഷത്തിലെ വലിയ പാനന്തൻ വിജയം നേടിയെടുത്ത പ്രഭാസിന്റെ കൽക്കി എന്ന സിനിമയ്ക്ക് ശേഷം ഇനി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന അടുത്ത പ്രഭാസ് സിനിമയാണല്ലോ രാജാസാബ്. ചിത്രത്തിന്റെ കാത്തിരുന്ന അപ്ഡേറ്റിംഗ് എത്തിയിരിക്കുകയാണ്. ഒരു തെലുഗു പക്ക മാസ് ലോക്കൽ സിനിമയായിട്ട് വരാനിരിക്കുന്ന രാജാസാബിന്റെ ഗ്ലിംസ് നാളെ റിലീസ് ചെയ്യാനിട്ടിരിക്കുകയാണ്. പ്രഭാസ് നായകനെ എത്തുന്ന പാനന്തൻ സിനിമയുടെ ഫാൻ ഇന്ത്യ ഗ്ലിംസ് എന്ന ടൈറ്റിലോട് കൂടി ചിത്രത്തിന്റെ ഗ്ലിംസ് നാളെ വൈകിട്ട് 5:03 റിലീസ് ചെയ്യുമെന്നാണ് ഒഫീഷ്യലായിട്ട് ഇന്ന് അറിയിച്ചിരിക്കുന്നത്. വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ് മലയാളത്തിൽ നിന്നാണ്. മമ്മൂട്ടിയുടെ ഏറ്റവും അവസാനം തിയേറ്ററുകളിലേക്ക് എത്തിയ മെഗാ മാസ് ആക്ഷൻ സിനിമയാണല്ലോ ടർബോ. ചിത്രത്തിന് ഒരു അറബിക് ഭാഷാ പതിപ്പ് കൂടി തിയേറ്ററുകളിലേക്ക് എത്തുന്നുവെന്ന് നേരത്തെ തന്നെ ഉറപ്പാക്കപ്പെട്ടതാണ്. ഇപ്പോഴത്തെ ഈ ആഴ്ച ഓഗസ്റ്റ് 2-ാം തീയതി സിനിമയുടെ ടർബോയുടെ അറബി പതിപ്പ് തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് പുതിയൊരു ട്രെയിലർ കൂടി റിലീസ് ചെയ്തുകൊണ്ടാണ് റിലീസ് തീയതി ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗൾഫ് നാടുകളിലാണ് സിനിമയുടെ അറബിക് വെർഷൻ തിയേറ്ററുകളിലേക്ക് എത്തുക. നേരത്തെ സിനിമയുടെ മലയാളം പതിപ്പ് ലോകമെമ്പാട് നിന്നും 72 കോടിയോളം രൂപയായിരുന്നു ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തത്. ഇപ്പോഴത്തെ ടർബോയുടെ അറബി പതിപ്പ് കൂടി വരുമ്പോൾ അത് എത്രത്തോളം കളക്ഷൻ ഗൾഫ് നാടുകളിൽ നേടിയെടുക്കും, ഒപ്പം തന്നെ അറബികൾ സിനിമയെ വരവേൽക്കുമോ, വേറെ ലെവൽ കളക്ഷൻ സിനിമയ്ക്ക് നേടിക്കൊടുക്കുമോ എന്നൊക്കെ ഒരുപാട് പ്രേക്ഷകർ ഉറ്റുനോക്കുകയാണ്. 100 കോടി തന്നെയാണ് സിനിമയുടെ വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷനായിട്ട് ലക്ഷ്യമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും ടർബോയുടെ അറബി പതിപ്പിന്റെ കളക്ഷൻ അറിയാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ പ്രേക്ഷകരുടെ പ്രതീക്ഷ എന്താണ്? ടർബോയുടെ ഫൈനൽ കളക്ഷൻ ഇനിയും എത്ര വരെ പോകും? കാത്തിരിക്കൂ കൂടുതൽ ടർബോ വാർത്തകൾ കേട്ട്.